മമ്മിയോടെല്ലാം തുറന്ന് പറയാന്ന് വെച്ച ആ ഡബിൾ എല്ലാരും കൊല്ലും, ഉറപ്പാ. അയാള് കൊല്ലും, കൊല്ലാനും മടിയുണ്ടാവില്ല അയാൾക്ക്. മാത്രല്ല പറയുമ്പോ മമ്മി ആകെ തകർന്നു പോവും. അയാള് പാവാന്ന മമ്മിയുടെ വിചാരം. പക്ഷേ എനിക്കിതെല്ലാം ആരോടെങ്കിലും പറയണം സന്ദീപ്, അല്ലെങ്കിൽ ഭ്രാന്തം പിടിക്കും. അതാ നിന്നോട് പറഞ്ഞത്. എനിക്കറിയാം ഇനി അയാൾ എന്നെ കൂടുതൽ ഉപദ്രവിക്കും. ചിലപ്പോ നശിപ്പിക്കും. ഞാൻ എന്താ ചെയ്യാ സന്ദീപ്? ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം, കൊല്ലുക വേണ്ട പന്നിയെ. നീ എന്താ പറഞ്ഞത് സന്ദീപ്? അത് നീ പറഞ്ഞത് ശരിയാ. അയാള് ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അയാളെ കൊല്ലണം. കൊന്നാലോ? ശരിക്കും ഞാൻ അയാള് കൊന്നാലോ സന്ദീപ്? അയ്യോ, എന്താടാ? കുത്തി. എന്ത് കുത്തി? നിധി കുത്തി. കടന്നല് കുത്തി, തേനീച്ച കുത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിധിയും കുത്താൻ തുടങ്ങിയോ? അത് ചേച്ചി ഉറക്കത്തിൽ പോലും അവനാ പെങ്കൊച്ചിന്റെ വിചാരവാ. മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും. നിധി, പപ്പയെ കൊല്ലാന്ന് നീ പറഞ്ഞത് സീരിയസാ? ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് പേടിച്ചു. അല്ലാതെ വേറെ വഴിയില്ല സന്ദീപ്. നീ കൊന്ന നീ ജയിലിൽ പോകും നിധി. നിന്റെ ലൈഫ് പോവും. എനിക്കത് ആലോചിക്കാൻ വയ്യ. എനിക്കിഷ്ടമാണ് നിന്നെ, ഭയങ്കര ഇഷ്ടമാണ്. നിനക്കൊന്നും പറ്റാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സന്ദീപ്? നമുക്ക് വേറൊരാളെ വെച്ച് പപ്പയെ കൊല്ലിച്ചാലോ? വേറൊരാളെ വെച്ചോ? ആ, വാടക കൊലയാളിന്ന് കേട്ടിട്ടില്ലേ? പ്രൊഫഷണൽ കില്ലർ. അതിന് നിനക്ക് വല്ല പ്രൊഫഷണൽ കില്ലറിനെയും പരിചയമുണ്ടോ? ഇല്ല. മാത്രമല്ല പ്രൊഫഷണൽ കില്ലേഴ്സ് ഒക്കെ ഭയങ്കര കാശ് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യും? എനിക്കറിയില്ല. പക്ഷേ ഉറപ്പാ സന്ദീപ്, ഡബിളിനെ കൊല്ലണം. അയാളിനി ജീവിച്ചിരിക്കാൻ പാടില്ല. കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് മോള് സ്വപ്നം കാണുവാണല്ലേ? സ്വപ്നം കാണേണ്ട പ്രായത്തിൽ സ്വപ്നം കാണണം. പക്ഷേ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സുന്ദരങ്ങളായിരിക്കണം. അത് മാനുവലങ്ങളുടെ നിർബന്ധം. ഇപ്പൊ എന്ത് സ്വപ്ന മോള് കണ്ടോണ്ടിരുന്നെന്ന് അങ്കിൾ പറയട്ടോ? പേടിക്കണ്ട, അങ്കിൾ ആരോടും പറയില്ല. ആരാ ആരാള്? ഒരു ക്ലൂ തന്നാ മതി, ബാക്കി അങ്കിൾ പിടിച്ചോളാം. അങ്ങനെ പോയാ എങ്ങനെയാ? ശല്യപ്പെടുത്താതെ. വേണ്ട വേണ്ട, അങ്കിള് പിണങ്ങി. മോളുടെ ഈ മുഖം അറിയാണ്ടല്ലോ. ദേ അങ്കിളിന് ഈ നെഞ്ച് കലങ്ങും. ക്ലൂ തന്നില്ലെങ്കിൽ വേണ്ട. ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഹെൽപ്പോ അഡ്വൈസോ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ആ
ഹലോ മൈ ഡാർലിങ്സ്. അനിമലെങ്കിലും കളിക്കാൻ. മോളെ നീതു, നീ ആ ബാച്ചിക്ക് നീ. നീ എന്റെ ഡാർലിംഗ് അല്ലേടി, നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഇടറി ഷട്ടിൽ. മോളെ ക്ലൂ 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 വേട്ടോ. മാനുവൽ അങ്കിളിനെ കൊണ്ട് ആ ഡെവിളിനെ കൊല്ലിച്ചാലോ? അയാളെ പോലെ തന്നെ ബോറനാ ഈ അങ്കിളും. രണ്ടുപേരുടെ ശല്യം അതോടെ തീരും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പക്ഷേ അയാളെ സമ്മതിക്കോ കൊല്ലാൻ? ആ എലിസബത്ത് ചാക്കോയുടെ മൂത്ത മകളില്ലേ സോഫിയ, MCAക്ക് പഠിക്കുന്ന കുട്ടി. മിസ്സിസ് ശേഖർ ആ പെൺകുട്ടിയെ കാണും പറ, മുഖക്കുരുവിന്റെ പാട് മാറാനുള്ള നല്ല ഒറിജിനൽ കുങ്കുപ്പൂ എന്റെ കയ്യിലുണ്ടെന്ന് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കാം. മാനുവലിനെ തന്നെ നേരിട്ട് പറഞ്ഞൂടെ? അതിന് എനിക്ക് വിലക്കല്ലേ? ഫ്ലാറ്റിൽ വെച്ച് സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ വിട്ടോ 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 വിട്ടോ. മോളെ ജിബി, അങ്കിളും വരാടി. ജിബിയെ വിട്ടേക്ക് അങ്കിൾ, ഓടിയാ എത്തില്ല. അല്ല, ആരിത് പുതിയതായിട്ട് ജോ ഇങ്ങനെ വന്നിരിക്കുന്നത്? നന്നായി മോളെ, ഈ പ്രായത്തിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്താലേ ബോഡി ഷേപ്പ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്കിൾ ഒരു തവണയെങ്കിലും എന്നെ ജോഗിങ്ങിന് വിളിച്ചോ? ഇതാ അങ്കിളിനോട് ഇഷ്ടമില്ലാന്ന് പറയുന്ന. ആര് പറഞ്ഞു? മോളല്ലേ അങ്കിളിനെ മൈൻഡ് ചെയ്യാത്തത്? അത് ആരെങ്കിലും കണ്ട് അതും ഇതും പറയുന്ന പേടിച്ചിട്ടല്ലേ? അങ്കിളിന് ഇവിടെ നല്ല ഇമേജ് ആണല്ലോ. പിന്നെ ഈ ആന്റിമാരുടെ കൂടെയുള്ള നടപ്പ് വേണ്ട കേട്ടോ. യു ആർ സോ യങ്. ഒരൊഴിവ് ദിവസം കിട്ടിട്ട് എന്റെ സമയം മുഴുവൻ കളയാൻ. ദേ അങ്കിളെ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇതൊക്കെ സ്വന്തം ഫ്ലാറ്റിലായിക്കൂടെ? അതിനവിടെ ഒരുത്തനെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ലേ? പരീക്ഷണങ്ങൾ നിന്റെ അടുത്താവുമ്പോ ഒരു സുഖല്ലേ ശാലിനി? അതെ അതെ, ഇവിടെ കയറി ഇറങ്ങിയുള്ള ഈ സ്വാതന്ത്ര്യമെടുപ്പ് കുറെ കൂടുന്നുണ്ട്. ഇനി ഇതെങ്ങനെ അസോസിയേഷൻകാർ കണ്ട എന്താ ഉണ്ടാവാന്നറിയാലോ. ഒന്നാമത് ഞാൻ ഡൈവോഴ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇയാളാണെങ്കിൽ ഇങ്ങനെ. നമ്മൾ തമ്മിൽ അരുതാത്ത ഒന്നുമില്ലെന്ന് എനിക്ക് നെറ്റിലൊട്ടിച്ച് നടക്കാൻ പറ്റുമോ? ആരുടെയെങ്കിലും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നിനക്ക് ജീവിക്കാൻ. പോവാൻ പറ. കൂടി വന്നാൽ അവര് നിന്നെ നിന്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കും, എന്നെ എന്റെ ഫ്ലാറ്റിൽ നിന്ന്. അപ്പോ നമുക്ക് രണ്ടുപേർക്കും 2 ഫ്ലാറ്റ് വേണ്ട, 1 മതിയെന്ന് തീരുമാനിച്ച് ഒരുമിച്ചങ്ങ് നീങ്ങാം. എന്താ കിട്ടൂട്ടുണ്ടെന്നാ? നീ വെറും ഒരു പേടിച്ചതൊരു പെണ്ണ. അത് പിന്നെ ഇയാളെ പോലെ എനിക്ക് പറ്റുമോ? നീ മാത്രമല്ല, അടിസ്ഥാനപരമായ എല്ലാ സ്ത്രീകളും പേടിച്ചോറികളാ. അയ്യോ, ആരോ വന്നു. ദേ പേടി, വരുന്നവര് വരട്ടെ, അവരെ നമുക്ക് സൽക്കരിക്കാം. ചിക്കൻ 5 മിനിറ്റിനുള്ളിൽ റെഡി. എവിടെയെങ്കിലും പോയി ഒളിച്ചേ, എന്നെ മാനം കെടുത്തല്ലേ. നീ ധൈര്യമായിട്ട് പറ, ഞാൻ നിന്റെ ജാരനാണെന്ന്. കൊല്ലും ഞാൻ. മുറിയിലെങ്കിലും പോയി ഒളിക്കേ. വാ മോനെ വാ. എന്താ ഗീവർഗീസേ? ഇങ്ങോട്ട് എഴുന്നള്ളിട്ടുണ്ടോ? ആര്? നമ്മുടെ രോമാഞ്ചം. വാ, ഇവിടെ ഉണ്ട്. പോര് പോര്, ഞാൻ കണ്ടിട്ടില്ല. നീ കരുതുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊന്നും കരുതിയില്ലല്ലോ. ഓ, ഒരു പുണ്യാളൻ. ദേ ഗീവർഗീസേ, ഞാൻ നിരപരാധിയാണ് കേട്ടോ. അത് പിന്നെ ചേച്ചീനെ എനിക്ക് അറിഞ്ഞൂടെ? നിന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? അവിടെ ഒരാളൊന്ന് കാത്തിരിപ്പുണ്ട്. അതാരാ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചെക്കൻ പറഞ്ഞു ഉടനെ വരില്ല, ശാലിനി ആന്റിയുടെ ഫ്ലാറ്റിൽ പോയി അവരുമായി കൊച്ചേർത്താനും പറഞ്ഞിരിക്കാന്ന്. എടാ, ഞാൻ താഴെ ക്ലബിലല്ലേ പോയത്. എന്റെ പൊന്നു മോളെ, ഇവൻ നാവെടുത്ത നുണയെ പറയുള്ളൂ. പറയേ, എന്നെ തന്നെ പറയ്, ഞാൻ ഇതൊക്കെ തന്നെ കേക്കണം. വീട്ടിൽ വന്ന ഇതാണോ മര്യാദ അങ്കിള്? ഒരു ചായ പോലും തന്നില്ല ഈ ചെക്കൻ. പോയി മോക്ക് വേഗം ചായ ഇട്ടോട്ട് വേടാ. ചെല്ല ചെല്ല, വേഗം ചെല്ല. ഞാനും അങ്കിളും തമ്മില് ചില സീക്രട്ട് കാര്യങ്ങളുണ്ട്. ചായ കൊണ്ടുവരുമ്പോ ഡോറിൽ മുട്ടണം കേട്ടോ. അയാള് കേക്കണ്ട, നമ്മള് മാത്രം അറിയേണ്ട സബ്ജക്റ്റാ. വാ, അങ്കിൾ ഇവിടെ ഇരിക്കും. ഞാൻ നിന്നാ പോരെ? അങ്കിളെ, അങ്കിൾ ഇന്ന് എന്നെ ഒറ്റയ്ക്ക് ഈ സീഡി ഒന്ന് കാണണം. ആ ചെക്കനെ കാണിക്കണ്ട. ഇതൊരു ഫിലിം അങ്കിളെ. ഓഹോ, ജോഗേഴ്സ് പാർക്ക്. ജോഗേഴ്സ് പാർക്ക്. എന്താ അതിന്റെ സ്റ്റോറി എന്നറിയോ? ഒരു റിട്ടയർഡ് ജഡ്ജ് രാവിലെ ഓടാൻ പോകുന്നു. അപ്പോ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. പിന്നെ
അവരെന്നും ഒന്നിച്ചോടുന്നു. ഓഹോ. ഫൈനലി ദേ fall in love. മോളെന്തിനാ ഈ CD ഇപ്പൊ എനിക്ക് തരുന്നത്? അതൊക്കെ ഉണ്ട്. ആ ജഡ്ജ് ഭയങ്കര സ്മാർട്ടാ, അങ്കിളിനെ പോലെ. അപ്പൊ നാളെ കാണാം. ഓക്കെ ബൈ. ചായ ഉണ്ടാക്കില്ല അല്ലേ? ഈ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം നല്ലല്ല കേട്ടോ. എന്തോണെന്തായേ? ഞാൻ കൺഫ്യൂഷനില്ല.